ഹലോ എവ്രി വൺ. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്തതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പെർസെൻറ്റേജിന്റെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്നത് മാത്രമല്ല, പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള മാത്സിന്റെ കോൺസെപ്റ്റ്സും അതിന്റെ ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ കാറ്റ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റുന്ന ചില പെർസെൻറ്റേജിന്റെ വാല്യൂകളുണ്ട്. ഫോർ എക്സാമ്പിൾ 50% എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 50%, അതായത് നേർപകുതിയാണെന്നല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിന്റെ റിലവൻസ് ആണ്. അതായത് പെർസെൻറ്റേജ് നമ്മൾ എന്തുകൊണ്ട് കാറ്റ് 2026 അറിഞ്ഞിരിക്കണം, ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ബേസിക്കലി പെർസെൻറ്റേജിൽ നിന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പ്രത്യേകത എപ്പോഴും മറ്റുള്ള ടോപ്പിക്സുമായി കമ്പൈൻഡ് ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും ബേസ്ഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാം. ഇനി SIC, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ ഇതൊക്കെ ക്വാണ്ടിൽ വരുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ LRDI, അതായത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്ന സമയത്ത് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഡയറക്ട്ലി പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. സോ ഈ കോൺസെപ്റ്റും ഇതിന്റെ വാല്യൂസും നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി വരുന്ന കാറ്റിന്റെ എല്ലാ ടോപ്പിക്സിലും. ഓക്കെ, സോ ഇതൊരു കോർ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ കാറ്റ് 2026 വേണ്ടിയിട്ട് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് പെർസെൻറ്റേജ്, അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കിയിട്ടാണ്. സോ പെർസെൻറ്റേജ് എന്നതിന്റെ ഒരു ഡെഫിനിഷൻ മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് എന്താണ് ഡെഫിനിഷൻ എന്ന് ഒരിക്കലും നിങ്ങളോട് നിങ്ങളുടെ കാറ്റ് എക്സാമിനൊന്നും ചോദിക്കില്ല. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പെർസെൻറ്റേജ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പെർ, പിന്നെ സെന്റ് ഏജ് എന്നാണ് അതിന്റെ മീനിങ്. സോ ബേസിക്കലി പെർ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ. നമ്മൾ ആളാം വീതം അല്ലെങ്കിൽ ഇത്ര പേർക്ക് വെച്ച് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 500 rupees പെർ ഹെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ. ഓരോന്നിനും എന്നതാണ് ഈ പെർ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി സെന്റ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കേണ്ടത് 100 ആണ്. ഓക്കെ, അപ്പൊ ഈ 100 ഓരോന്നിലും 100ൽ എത്രയാണ് ഇതിന്റെ വാല്യൂ, അതിനെയാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് 10th സ്റ്റാൻഡേർഡിലൊക്കെ പല ബോർഡുകൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ അല്ലേ. നമുക്ക് CBSE ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, പിന്നെ ICSE ഉണ്ട്. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ബോർഡിൽ നിന്ന്, ഇപ്പോൾ തമിഴ്നാടു സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ അവർക്കും ചിലപ്പം 11th and 12th കേരളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ പല ബോർഡ് ഓഫ് സ്റ്റഡീസും ഉണ്ടാകും. പക്ഷെ അവയുടെയൊക്കെ ടോട്ടൽ മാർക്സ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ചിലതിൽ ഔട്ട് ഓഫ് 500 ആയിരിക്കും മാർക്ക് വരുന്നത്, ചിലതിൽ ഔട്ട് ഓഫ് 600 ആയിരിക്കും, ഇനി ചിലതിൽ 750, അങ്ങനെ പല രീതിയിലായിരിക്കും അവർ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ യൂണിഫോം ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണം. സോ ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ഇവിടെ 500ൽ 450 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് അതേപോലെ തന്നെ 600 മാർക്സിലാണ് 450 കിട്ടിയത്, അടുത്തയാൾക്ക് 450 കിട്ടിയത് 750 മാർക്സിലാണെങ്കിൽ ഇവരുടെ എല്ലാവർക്കും കിട്ടിയ മാർക്ക് എത്രയാണ്, സംഭവം 450 ആണ്. പക്ഷെ ഇവരുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? വളരെ സിമ്പിൾ ആണ്. ഇത് 450 ഔട്ട് ഓഫ് 500 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 90 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇയാൾക്ക് ഇത് 90% ആണ്. അതേസമയം 450 ഔട്ട് ഓഫ് 600 എന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ ഇവിടേക്ക് ഓൾമോസ്റ്റ് 75% ആണ്. ഇനി അത് തന്നെ നമുക്ക് 750ലാണ് വരുന്നതെങ്കിൽ ഇതേ മാർക്ക് കിട്ടിയ ആൾക്ക് ഇവിടെ 60% ആണ് മാർക്ക് വരുവുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇത്തരത്തിൽ കാൽക്കുലേഷൻസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കമ്പാരിസന് വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പെർസെൻറ്റേജിനെ ഇപ്പോൾ നമ്മൾ X% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ X ഔട്ട് ഓഫ് 100 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ 90%ന്റെ മീനിങ് എന്താണ്? 100ൽ
90 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. 75% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ 75 എന്നാണ്. 60% എന്ന് പറഞ്ഞാൽ 100-ൽ 60. ക്ലിയർ? അപ്പോൾ ഇനി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കൺവേർഷൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രാക്ഷനും ഡെസിമലും പിന്നെ ഒക്കെ നോക്കുന്ന സമയത്ത് കൺവേർഷൻ്റെ സമയത്ത് ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതെങ്ങനെയാണ് വന്നേ? 50 ഡിവൈഡഡ് ബൈ 100. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 1/2 വരുന്നത് അല്ലേ. അതിൻ്റെ മീനിങ് എന്താ? 50% എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കാറ്റ് എക്സാമിന് അവിടെ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം 50% ഓഫ് ഇത്രയാണല്ലോ എന്നല്ല, ഹാഫ് ആണല്ലോ എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് റീകോൾ ചെയ്യാൻ പറ്റണം. ക്ലിയർ? നെക്സ്റ്റ് 25% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരെ 1/4 ആയിരിക്കും. ക്ലിയർ? 75% എന്ന് വെച്ചാൽ 1/4 3/4 ആണ്. 10% എന്ന് വെച്ചാൽ 1/10, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20% എന്ന് വെച്ചാൽ 1/5 ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റനിൽ നിങ്ങളിപ്പോൾ കാണുകയെന്ന് വിചാരിച്ചോ, നമുക്ക് ഒരു ക്ലാസ്സിൽ 200 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ 20% ഓഫ് കുട്ടികൾ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോയെന്ന് വിചാരിക്കും. അപ്പോൾ 20% കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മളപ്പോൾ ഫസ്റ്റ് ഇവിടെ ചിന്തിക്കേണ്ടത് 20% എന്ന് പറയുമ്പോൾ 1/5 ആണ് എന്നാണ് അല്ലേ. അപ്പോൾ 200-ൻ്റെ 1/5 എന്ന് വെച്ചാൽ എന്താ? ഡിവൈഡഡ് ബൈ 5 ആണ്. 200-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 40 കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് മാത്രം കാറ്റ് 2026-ന് മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ല, ഇതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ബേസിക് ഫൗണ്ടേഷനിൽ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ ലൈവ് സെഷൻസിലൊക്കെ ഇത്രയും കൂടെ ഹയർ ലെവൽ ആയിട്ടുള്ള കൺവേർഷൻസും ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പെർസെൻറ്റേജും അതിൻ്റെ ഫ്രാക്ഷണൽ ഈക്വലൻറ്റും അതിൻ്റെ മീനിങ്ങും ഇത് ഈ തന്നിരിക്കുന്ന 5 വാല്യൂസിൻ്റെയും നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കണം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നാണ്. സോ അതിന് ബേസിക്കലി നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20% ഓഫ് 200 എന്ന് പറഞ്ഞാൽ അല്ലേ, അതിനെ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം X% ഓഫ് Y എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ ഒന്ന് മാത്സിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ X% എന്ന് പറഞ്ഞാൽ എത്രയാണ് അർത്ഥം? X ഡിവൈഡഡ് ബൈ 100. ഓഫ് എന്ന് വെച്ചാൽ മാത്സിൽ അതിൻ്റെ മീനിങ് ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഓഫ് എവിടെ കാണുന്നോ അവിടെ നിങ്ങൾക്ക് ഇൻറ്റു യൂസ് ചെയ്യാം. സോ X/100 ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു Y എന്നാണ് ഇതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ നമ്മൾ പറയുമ്പം X% ഓഫ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം X/100 ഇൻറ്റു Y എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രാക്ടീസ് ചോദ്യം, സിമ്പിൾ എക്സാമ്പിൾ ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. ഫൈൻഡ് 25% ഓഫ് 240. എങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഈ ഫോർമുല വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 ഡിവൈഡഡ് ബൈ 100 ഓഫ് 240 നമ്മൾ ഇനി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഇവിടുത്തെ 0യും ഇവിടുത്തെ 0യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 വെച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5ഉം ഇവിടെ 2ഉം കിട്ടും. വീണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ആൻസർ 12 കിട്ടും. 5 × 12 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇവിടെ 60 എന്ന് കിട്ടും. ഓപ്ഷൻ സിയിലുള്ളതാണ് 60. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഫോർമുലയാണ്. പക്ഷേ കാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം ഇത്രയും ഒക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. 25% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ആലോചിക്കേണ്ടത്? 1/4 അല്ലേ. അപ്പോൾ 240-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 60 എന്ന് കിട്ടും. ഒറ്റയടിക്ക് ആൻസർ ഇവിടെ നിങ്ങൾക്ക് 60 ആണെന്ന് മനസ്സിലായിരിക്കണം. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, 10% ഓഫ് 350 എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 1/10 എടുക്കാൻ വളരെ എളുപ്പമാണ്. 0 ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ 350/10 എന്ന് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് നേരെ 35 കിട്ടും അല്ലേ. ഇനി അതിൽ തന്നെ 350 എന്നതിന് പകരം 35/10 ആണ് വരുന്നതെങ്കിലോ ഇവിടെ നമുക്ക് 3.5 കിട്ടും. സോ 10% കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്താണോ അതിനെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ 35 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണേ. ഫൈൻഡ് 5% ഓഫ് 600. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 5% വീണ്ടും ഫോർമുല വെച്ചിട്ടാണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 100 ഓഫ് 600. ഇങ്ങനെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ 30 എന്ന് കിട്ടും. പക്ഷേ ഇത് തന്നെ കാറ്റിൻ്റെ വേയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ എന്താ?
10%ന്റെ പകുതിയാണ് അല്ലെ. 10% കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് മോസ്റ്റ് നമ്മുടെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് നമ്മൾ ലീവ് ചെയ്ത് കളയുക, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ലീവ് ചെയ്യുക. അപ്പൊ ഇവിടെ 16 കിട്ടി. അത് 10% ആണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും. സോ 30. സോ ഓപ്ഷൻ സിയിലുള്ള 30 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. ഇനി അതിന്റെ റിവേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. പെർസെൻറ്റേജ് തന്നിട്ട് അതിന്റെ ശരിക്കുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അതായത് ഇപ്പോൾ ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ്, അതായത് എ പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ ഇസ് നോൺ, അതിന്റെ ഒറിജിനൽ നമ്പർ എത്രയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു നമ്പറിന്റെ 10% എന്ന് പറയുന്നത് 25 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 10% നിന്നും 100%ലേക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ 10%ൽ നിന്നും 100% ആക്കാൻ ഇവിടെ ഇൻറ്റു 10 ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും അതുപോലെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 250 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത് കാറ്റ് വേ ഓഫ് സോൾവിങ് ആണ്. ഇത് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുൻപ് നമ്മൾ നേരത്തെയൊക്കെ എടുത്തതുപോലെ തന്നെ ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നോക്കിക്കോ. ഇഫ് എ percentage of the number is gone, then if the number is known, in order to find the original number, ആ വാല്യൂ എത്രയാണോ അതിനെ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 25%, ഒരു ചെറിയ എക്സാമ്പിൾ ആണ്, ഓഫ് എ നമ്പർ എക്സ് ഇസ് ഈക്വൽ ടു 100. അങ്ങനെയെങ്കിൽ ആ ഹോൾ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എക്സ്? ഇതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ നമ്പർ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 100. ഇനി ഡിവൈഡഡ് ബൈ എത്ര പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്? 25 ഇൻറ്റു നമുക്ക് 100 വെച്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാല്യൂ ആണ് ഇവിടെ 100 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടേക്ക് 400 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. അത് യൂസ് ചെയ്യാതെ ഉള്ള മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഓക്കെ. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ, 10% ഓഫ് എ നമ്പർ ഇസ് 15. ഫൈൻഡ് ദ നമ്പർ. ഒരു നമ്പറിന്റെ 10% 15 ആണെങ്കിൽ ആക്ച്വൽ നമ്പർ എത്രയായിരിക്കും? 100%, ഒരു 0 കൂടെ ആഡ് ചെയ്യുക. സോ 150. ഓപ്ഷൻ സിയിലുള്ളതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, 20% ഓഫ് എ നമ്പർ ഇസ് 40. ഫൈൻഡ് ദി നമ്പർ. ഒരു നമ്പറിന്റെ 20% 40 ആണെന്നുണ്ടെങ്കിൽ നമ്പർ എത്രയാണ്? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാന്നറിയോ? അതേ രീതിയിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ എടുത്തതുപോലെ തന്നെ ചെയ്തു നോക്കാം. വാല്യൂ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജിന്റെ വാല്യൂ 20 ഇൻറ്റു 100. നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടി. 200 നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. അതേ രീതി തന്നെ നിങ്ങളൊന്ന് കോൺസെപ്റ്റ് ആയിട്ട് ആലോചിച്ച് നോക്കിക്കേ. ഇത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യമാണ്, എഴുതി ആലോചിക്കേണ്ട കാര്യമല്ല കേട്ടോ. നോക്കിക്കോ, 20% ഓഫ് എ നമ്പർ എക്സ് ഇസ് ഈക്വൽ ടു 40. അപ്പോൾ അതിന്റെ 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? 20യും 100ഉം ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ 40 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 200ഉം കിട്ടും. ക്ലിയർ? സോ ഓപ്ഷൻ സിയിലുള്ള 200 ആണ് ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇത്ര മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെർസെൻറ്റേജിന്റെ ഇൻക്രീസ് ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഒത്തിരി ഡീപ്പായിട്ടുള്ള പെർസെൻറ്റേജിന്റെ ഫോർമുലാസിലേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർമുലാസ് പഠിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പൊ ഇത് നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ആക്ച്വൽ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെർസെൻറ്റേജിന്റെ ഇൻക്രീസ് എന്താണ്? ഈ പെർസെൻറ്റേജിന്റെ ഇൻക്രീസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ? ഡീസലിന്റെ വില കൂടി, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടി, ഇത്ര ശതമാനം കൂടി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡിറ്റർജന്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? സോ എന്താണ് അതിന്റെ അർത്ഥം? സോ ഇത്ര ആലോചിക്കുക. ആദ്യം 100 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ അതിന് 120 രൂപയായെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് എത്ര ശതമാനമായിരിക്കും കൂടിയിട്ടുണ്ടാവുക? അത് കണ്ടുപിടിക്കാൻ അതിന്റെ ഇൻക്രീസ് എത്രയാണോ, അല്ലെങ്കിൽ ഇൻക്രീസും അല്ല ഡിക്രീസും, രണ്ടും സെയിം ആകാം, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എത്രയാണോ അതിന്റെ ഇൻക്രീസ് അതിനെ നമുക്ക് ചേഞ്ച് എന്ന് എടുക്കാം. ചേഞ്ച് ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ 100ൽ നിന്നുമുള്ള ഒരു സാധനം 120 ആകുമ്പോൾ അതിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതായത് അതിന്റെ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. സോ 100 ആണ് റെഫറൻസ് വാല്യൂ ആയിട്ട് വരുന്നത്. വ്യത്യാസം എത്ര? 120ൽ നിന്ന്
100 പോയാൽ ഇവിടെ നമുക്ക് 20 കിട്ടും. 20 ബൈ റെഫറൻസ് വാല്യൂ 100 ഇൻറ്റു 100. സോ ബേസിക്കലി 20% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ദാ ഇവിടെ നോക്കിക്കോ, a value increases from 80 to 100. Find the percentage increase. 80-ൽ നിന്ന് 100 ആയി. അപ്പോൾ 100ന്റെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ആലോചിക്കുക, അവിടെ 20% ഇൻക്രീസ് ആണോ ഇവിടെ ഉണ്ടാവുക? അല്ല. കാരണം എന്താ, 100-ൽ നിന്ന് 120 ആകുമ്പോൾ അവിടെ 20ന്റെ വ്യത്യാസം തന്നെയാണ്, പക്ഷേ റെഫറൻസ് വാല്യൂ 100 ആണ്. ഇവിടെ 80-ൽ നിന്ന് 100ലേക്ക് പോകുമ്പോൾ +20 വ്യത്യാസം വന്നിരിക്കുകയാണത് 20 ആണ്, പക്ഷേ റെഫറൻസ് വാല്യൂ ഇവിടെ 80 ആണ്. 80 ഇൻറ്റു 100 ഇതാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് 4 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 25% കിട്ടും. സോ ഓപ്ഷൻ ബിയിലുള്ള 25% ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ഡിക്രീസിലും യൂസ് ചെയ്യുന്നത്. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഡിക്രീസ് വരുന്നത്. അവിടെ നമ്മൾ ഇൻക്രീസിന്റെ വാല്യൂ എടുത്തു എന്നേ ഉള്ളൂ, ഇവിടെ ഡിക്രീസിന്റെ വാല്യൂ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഒറിജിനൽ എത്രയാണോ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ a value decreases from 500 to 400. Find the percentage decrease. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ ചെറിയ വാല്യൂ ആണ് റെഫറൻസ് എടുത്തത്. ഇവിടെ അപ്പോൾ ചെറിയ വാല്യൂ ആണോ റെഫറൻസ് എടുക്കുക? അല്ല. ആദ്യം എന്ത് വാല്യൂ ആണോ ഉണ്ടായിരുന്നത് അതാണ് നമ്മുടെ റെഫറൻസ്, അല്ലേ? അപ്പോൾ 500-ൽ നിന്ന് 400ലേക്ക് പോകുമ്പം എത്ര കുറവാണ്? 100. റെഫറൻസ് വാല്യൂ നമ്മൾ ഏതിനെ വെച്ചിട്ട് എടുക്കണ്ടേ? ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ വിച്ച് ഇസ് 500 ഇൻറ്റു 100. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പോയി കഴിഞ്ഞാൽ 500 ബൈ 5 ചെയ്താൽ 20% എന്ന് കിട്ടും. സോ 20% ആണ് ചോദ്യത്തിന്റെ ശരി ഉത്തരം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. Now, in a class of 200 students, 25% are girls. How many boys are there? അങ്ങനെ കണ്ടുപിടിക്കും. ഒരു ക്ലാസ്സിൽ മൊത്തം 200 പേരുണ്ട്, അതിൽ 25% ഗേൾസ് ആണ്. 25% എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1/4, നേരെ ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പോൾ ഇവിടെ ഗേൾസിന്റെ നമ്പർ എത്രയാ? 200 ബൈ 4 ചെയ്താൽ 50 എന്ന് കിട്ടും. സോ ബോയ്സിന്റെ നമ്പർ എത്രയായിരിക്കും? 150. സോ ഓപ്ഷൻ സിയിലുള്ള 150 ആണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ സാലറി ഓഫ് 5,000 ഇൻക്രീസസ് ബൈ 10%. വാട്ട് ഇസ് എ ന്യൂ സാലറി? ഒരാളുടെ സാലറി 5000 ആയിരുന്നു, അത് 10% കൂടി. അപ്പോൾ പുതിയ സാലറി എത്രയായിരിക്കും? പഴയ സാലറിന്റെ കൂടെ വരുന്ന ചേഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 5000-ന് 10% കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ഉള്ള 0-നെ കളയുക, ലാസ്റ്റ് ഡിജിറ്റിനെ കളയുക. സോ നമുക്ക് ഇവിടെ 500 കിട്ടും. 5000-ന്റെ കൂടെ 500 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5500 എന്ന് കിട്ടും. സോ അതാണ് സാലറി. ഓപ്ഷൻ നമ്പർ ഡി ആണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും സിമെട്രിക്കൽ അല്ല. അതായത് 100-ന്റെ 20% ഇൻക്രീസ് ചെയ്തപ്പോൾ 120 നമുക്ക് കിട്ടി. 120-യുടെ 20% നമ്മൾ ഡിക്രീസ് ചെയ്താൽ നേരെ അത് 100-ലേക്കാണോ പോവുക? അല്ല. 100-ന്റെ 20% 20. 120-ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാ? ആദ്യം 20% ഓഫ് 120 എന്ന് പറഞ്ഞാൽ 120-ന്റെ 10% 12 ആണ്, അല്ലേ? 10% എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് 24 ആണ്. സോ 120 മൈനസ് 24 ചെയ്താൽ 96 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ആക്ച്വൽ സെഷൻസിൽ വർക്ക്ഔട്ട് ചെയ്യും. ഇത്ര മാത്രം ഓർക്കുക, ഒരു നമ്പറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് അതേ പെർസെൻറ്റ് തന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ വാല്യൂ അല്ല കിട്ടുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയ പ്രാക്ടീസ് ചോദ്യം. 40% ഓഫ് എ നമ്പർ ഇസ് 80. ഫൈൻഡ് ദ നമ്പർ. ഒരു നമ്പറിന്റെ 40% 80 ആണ്. അപ്പോൾ ആക്ച്വൽ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 80 ഇനി ഡിവൈഡഡ് ബൈ എത്ര പെർസെൻറ്റേജ് ആണ്? 40% ഇൻറ്റു ഒറിജിനൽ വാല്യൂ. ഇതും ചെയ്താൽ നമുക്ക് ഇവിടെ 200 എന്ന് കിട്ടും. സോ ഒറ്റയടിക്ക് ആൻസർ ഇവിടെ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 200 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ 3-4 ആക്ടിവിറ്റി പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് 20% ഓഫ് 350, 5% of 800. A number increases from 300 to 360. Find the percentage increase. 50% of a number is 90. Find the number. Simple ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പം കോമൻസിൽ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊന്ന് ശീലമാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ വർക്ക്ഔട്ട് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ എഴുതി അറിയിക്കുക.
ഇനി ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും, സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറവാണ്, ഇത്രയും കൂടെ വേണം, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും അതും തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.